CSR ഫണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ പാതി വില തട്ടിപ്പ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക കുറ്റകൃത്യം പുറത്തു വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച ആകാറാകുന്നതേ ഉള്ളൂ. നൂറുകണക്കിന് കോടികൾ തിരിമറിയാണ് ആരോപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നെല്ലേതാ പതിരേതാന്ന് തിരിച്ചറിയാറായിട്ടില്ല. പോലീസ് കേസെടുത്തെന്ന് കരുതി അതിൽപ്പെട്ടവരെല്ലാം കുറ്റവാളികളാണെന്ന് കരുതാനും കഴിയില്ല. ഇത് തന്നെയാണ് കേരള ഹൈക്കോടതിയും ഇന്നലെ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഒരു കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ന്യായാധിപൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ആദ്യം പറഞ്ഞ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നവരിൽ ഒരാൾ. തട്ടിപ്പിന് കളമൊരുക്കാൻ രൂപീകരിച്ചെന്ന് പോലീസ് പറയുന്ന NGO സംഘങ്ങളുടെ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരി ആയിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പേരും കേസിൽ വന്നിരിക്കുന്നത്. അതല്ലാതെ CN രാമചന്ദ്രൻ നായർ നേരിട്ട് തട്ടിപ്പിൽ ഇടപെട്ടെന്നോ തട്ടിപ്പിൽ നിന്ന് കൂട്ടുനിന്നുവെന്നോ തട്ടിപ്പ് സംഘത്തിന് വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നോ ഒന്നും ഒരാളും പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പ്രതിയാവുന്നത്? ഇത് തന്നെയാണ് കേരള ഹൈക്കോടതിയും ചോദിച്ചത്. ഹൈക്കോടതിയിൽ വിരമിച്ച ഏതാനും ജഡ്ജിമാർ, അതായത് CN രാമചന്ദ്രൻ നായരുടെ സമകാലീനരായിരുന്ന ഏതാനും ന്യായാധിപന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കാര്യത്തിൽ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയിലെത്തിയ പൊതു താൽപര്യ ഹർജികളിൽ ഇടപെട്ടുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്ത് കുറ്റകൃത്യം വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുൻ ന്യായാധിപനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത്? പോലീസ് മനസ്സിരുത്തി പരാതി പരിശോധിച്ചാണ് നടപടിയിലേക്ക് പോയത്. പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിലെ വിവരങ്ങൾ പരിശോധിച്ചോ എന്നെല്ലാമാണ് ഹൈക്കോടതി കൃത്യമായി ചോദിച്ചത്. ഇക്കാര്യങ്ങളൊന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്ത പെരിന്തൽമണ്ണ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ഒരുപക്ഷെ ഈ ഹൈക്കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊന്ന് പരിശോധിച്ചാൽ അറിയാം, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്നൊരു ജഡ്ജി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നതായോ അദ്ദേഹത്തിന്റെ പേരാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്നോ പോലും കേസെഴുതിയ ആ പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. റിട്ടയർഡ് എന്നതിന്റെ ചുരുക്കമായി RTD എന്നും അതിനുശേഷം ജസ്റ്റിസ് രാമചന്ദ്ര നായർ എന്നാണ് FIR-ൽ 3-ാം പ്രതിക്കോളത്തിൽ എഴുതിയിരിക്കുന്നത്. പരാതിയിലും അദ്ദേഹത്തിന്റെ CN എന്ന ഇനീഷ്യൽ ഇല്ല, FIR-ലും ചേർത്തിട്ടില്ല. അതായത് അത്രയ്ക്ക് യാന്ത്രികമായാണ് പലപ്പോഴും ഓരോ കേസും എടുക്കുന്നത് അഥവാ FIR രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിധത്തിൽ വിവാദമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാദമാകുമെന്ന് പോലീസുകാർ പേടിക്കുന്ന ഒരു വിഷയത്തിൽ അതിൽ മുന്നിൽ കിട്ടുന്ന ഒരു പരാതിയിൽ കാണുന്ന പേരുകളെല്ലാം തൂത്തുവാരി എടുത്തിട്ട് എന്ന് പറയുന്നത് പോലെ FIR പെർഫോമിലെ പ്രതിക്കോളത്തിലേക്ക് എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് നേരിട്ടറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതാനും വർഷം മുമ്പ് ഒരു ചീറ്റിംഗ് കേസിൽ പ്രതിയാവുന്നു, അതായത് വഞ്ചന കേസിൽ. പുതുതായി തുടങ്ങിയ ഒരു കമ്പനി അവരുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിലെമ്പാടും കൊടുക്കുന്നു. അതിൽ പലതും ഉദ്ദേശിച്ച ബിസിനസ് നടക്കാതെ വന്നപ്പോൾ ഫ്രാഞ്ചൈസി കൊടുത്തവരും എടുത്തവരും തമ്മിൽ തർക്കമാകുന്നു. ഈ ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ കമ്പനിയിൽ ജോലിക്ക് ചേരുന്നത്, അതും തീരെ തുച്ഛമായ ശമ്പളത്തിൽ. ഒടുവിൽ കമ്പനി തലപ്പത്തുള്ളവർ തമ്മിൽ കേസായപ്പോൾ ഈ കക്ഷിയുടെ പേരും പ്രതിപട്ടികയിൽ വന്നു. കമ്പനി ഉടമ അടക്കം പ്രതിപട്ടിയിലെ ആദ്യ 2 പേർ അറസ്റ്റിലായതോടെ പേടിച്ചുപോയ ഈ ചെറുപ്പക്കാരൻ എവിടെ ഒളിച്ചോടി പോകുന്നു. ഇതോടെ പരിഭ്രാന്തിയിലായിപ്പോയി വീട്ടുകാർ അയാളെ കണ്ടെത്താൻ പലരോട് സഹായം ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാനും അറിയുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾക്ക് ഈ കമ്പനി നടത്തിയ കോടികളുടെ ഇടപാടിലൊന്നും ഒരു ബന്ധവുമില്ല. അതിനൊന്നും കഴിയാത്തത്ര ലോ പ്രൊഫൈൽ ഒരു ജോലിയാണ് അയാളുടേത്. ഒടുവിൽ അയാളുടെ ശമ്പള സ്റ്റേറ്റ്മെന്റ് അടക്കം വാങ്ങി ഉദ്യോഗസ്ഥർക്ക് നൽകി. അതായത് അയാൾ ചില്ലറ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വെറും സ്റ്റാഫാണെന്നും അവിടെ നടന്ന പറഞ്ഞ കോടികളുടെ ഇടപാടിന്റെ ഒന്നും ഗുണഭോക്താവൊന്നും അല്ലെന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതോടെയാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ധാരണയായത്. പിന്നീട് പോലീസ് തന്നെ കേസിലെ പരാതിക്കാരെ ബന്ധപ്പെട്ടപ്പോൾ അവർക്കും ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പരാതിയൊന്നുമില്ല. പക്ഷേ പരാതി കൊടുക്കാൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായി എഴുതാൻ വക്കീൽ നിർദ്ദേശിച്ച പ്രകാരം എഴുതിയപ്പോൾ അയാളുടെ പേരും ഉൾപ്പെട്ടു പോയതാണെന്ന് അവരും പറഞ്ഞു. പരാതിയിൽ കണ്ട പേരുകളെല്ലാം FIR-ലേക്ക് പോലീസ് എടുത്തെഴുതിയതോടെ ഗതികേടിന് അയാളും ആദ്യമായി ഒരു ക്രിമിനൽ കേസ് പ്രതിയായി. കൃത്യമായും ഇത് തന്നെയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ കാര്യത്തിലും ഉണ്ടായതെന്ന് അദ്ദേഹത്തെ പ്രതി ചേർത്ത് പോലീസ് തയ്യാറാക്കിയ FIR-ഉം അതിനടിസ്ഥാനമായ പരാതിയും കാണുമ്പോൾ ആർക്കും വ്യക്തമാകും. നാഷണൽ NGO കോൺഫെഡറേഷൻ രക്ഷാധികാരിയായിരുന്ന ആ സംഘടനയ്ക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയിൽ പറയുന്നത്. എന്നാൽ അതൊരു ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ലെന്ന് സാമാന്യ നിയമബോധമുള്ള ആർക്കും അറിയാം. അതുതന്നെയാണ് CN രാമചന്ദ്രൻ നായരുടെ അടുപ്പമുള്ളവർ ചൂണ്ടിക്കാണിച്ചതും. എന്ന് വെച്ചാൽ കുറ്റമൊന്നുമല്ല കേസെടുത്തവർ പരിഗണിച്ചത്, പരാതിയിൽ കണ്ട പേരുകൾ അതുപോലെ പെറുക്കി FIR-ലേക്ക് ഇട്ടു. ഫലം ഹൈക്കോടതി പോലെ ഒരു നീതിന്യായ സംവിധാനത്തിലിരുന്ന നീതി നിർവഹണത്തിന് എല്ലാ തലങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ന്യായാധിപനെ വെറും ഒരു ക്രിമിനലോ തട്ടിപ്പുകാരനോ ഒക്കെയാക്കി മാറ്റി പോലീസ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ പ്രോസിക്യൂഷന്റെ വിവരങ്ങൾ ആരാഞ്ഞതും ഒടുവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും. ഏതാണ്ട് ഇതേപോലെ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യത്തിലാണ് പലപ്പോഴും പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെയുമല്ല, അതിനേക്കാളും ഏറെ ഗുരുതരമായ കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചെന്ന വ്യാജ പരാതികളിൽ പോക്സോ പോലെയുള്ള കേസുകൾ പോലും ഇതേ മട്ടിൽ ഒരു പരിശോധനയുമില്ലാതെ നമ്മുടെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ചില കേസുകളിൽ ഹൈക്കോടതി ഇന്നലെ പരാമർശിച്ചതുപോലെ പ്രാഥമിക അന്വേഷണത്തിന് ശ്രമിച്ചതിന്റെ പേരിൽ നടപടി വൈകിച്ചെന്നാരോപിച്ച് ചില മേലുദ്യോഗസ്ഥരെ ക്രൂശിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പോലുമുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മാധ്യമങ്ങളും പോലീസ് അനാസ്ഥ എന്ന മട്ടിൽ വാർത്ത പുറത്തുവിട്ട് ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നത് പതിവായിട്ടുണ്ട്.
ഇവരൊക്കെയാണ് പിന്നീട് ഒരു കേസിലും ഒരു പരിശോധനയ്ക്കും തുനിയാതെ കിട്ടിയ പാടെ കേസെടുത്ത് മാതൃക കാണിക്കുന്നത്. ഇനി ഇതിൽ നിന്നെല്ലാം ഇളവ് കിട്ടുന്ന ഒരു വിഭാഗവുമുണ്ട്. സ്വാഭാവികമായും അത് സ്വാധീന ശേഷിയുള്ളവരാണ്. അവരുടെ കാര്യത്തിൽ എല്ലാ പ്രാഥമിക അന്വേഷണവും നടക്കും. മേലുദ്യോഗസ്ഥരടക്കം എല്ലാവരും മനസ്സിരുത്തും. അവരുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ പോലും അവർക്ക് എല്ലാ പ്രിവിലേജും കിട്ടും. ഒടുക്കം മുൻകൂർ ജാമ്യം എടുക്കുന്നത് വരെയുള്ള എല്ലാ നടപടികൾക്കും സാവകാശവും കിട്ടും. അതിന് പക്ഷേ സ്വാധീനശേഷി ഉണ്ടായാൽ മാത്രം പോരാ, അത് ചെലുത്തണം. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർക്ക് അബദ്ധം പറ്റിയത് അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ തനിക്കെതിരെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പോലീസ് കേസെടുക്കില്ല എന്ന് സ്വാഭാവികമായി അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ അടുപ്പക്കാരായ ഉന്നത ഉദ്യോഗസ്ഥരോടും ആരോടും ഫോണിൽ പോലും വിളിച്ച് 2 വാക്ക് പറയാൻ മെനക്കെട്ടില്ല. അതിന്റെ ഫലമാണ് ഉണ്ടായത്.